350 പവൻ സ്വർണം കവർന്നു എന്ന വാർത്ത. അടച്ചിട്ട വീടിന്റെ ലോക്കറിൽ സൂക്ഷിച്ച 2 കോടിയിലധികം രൂപ മൂല്യമുള്ള സ്വർണമാണ് മോഷണം പോയത്. പൊന്നാനി സ്വദേശി മണൽത്തറയിൽ രാജീവിന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. അഷ്കർ അലി കരിമ്പ വിവരങ്ങളുമായി. അഷ്കർ, എപ്പോഴായിരുന്നു ഈ മോഷണം നടന്നത്? സ്മൃതി, പൊന്നാനി ഐശ്വര്യ തിയേറ്ററിന് സമീപം താമസിക്കുന്ന ഈ മണത്തറ രാജീവിൻ്റെ വീട്ടിലാണ് മോഷണം നടന്നത്. ഇന്ന് രാവിലെ ജോലിക്കാർ വീട് വൃത്തിയാക്കുന്നതിന് വേണ്ടി എത്തിയപ്പോഴായിരുന്നു ഈ മോഷണം തിരിച്ചറിയുന്നത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഈ രാജീവിൻ്റെ വീട് അടച്ചിട്ട് കിടക്കുകയാണ്. രാജീവും കുടുംബവും വിദേശത്താണുള്ളത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി അവർ നാട്ടിൽ വന്ന് വിദേശത്തേക്ക് മടങ്ങി പോവുകയും ചെയ്തിരുന്നു. ഇത്തരത്തിൽ അടച്ചിട്ട് വീട്ടിലാണ് മോഷണം നടന്നിരിക്കുന്നത്. എന്നാണ് കൃത്യമായി മോഷണം നടന്നത് എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ വ്യക്തതയില്ല. പക്ഷേ നിലവിൽ ലഭിച്ച സാഹചര്യത്തിൽ പോലീസ് പറയുന്നത് മിനിഞ്ഞാന്ന് രാത്രി ആയിരിക്കാം, പുലർച്ചോടെ ആയിരിക്കാം മോഷണം നടന്നിരിക്കുന്നത് എന്നാണ് പോലീസ് പറയുന്നത്. കാരണം ആ സമയത്തോടെയാണ് വീട്ടിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന CCTV സ്റ്റക്കായി നിൽക്കുന്നത്. മാത്രമല്ല CCTVയുടെ DVR അടക്കമുള്ള കാര്യങ്ങളും CCTV പൂർണ്ണമായി നശിപ്പിക്കുകയും ചെയ്ത് അതിൻ്റെ മെമ്മറി കാർഡ് അടക്കമുള്ളവർ മോഷ്ടാക്കൾ കവരുകയും ചെയ്തിട്ടുണ്ട്. പോലീസ് പറയുന്നതനുസരിച്ച് ഏകദേശം 350-ലധികം പവൻ സ്വർണം, 2 കോടിയിലധികം രൂപ വിലമതിക്കുന്ന സ്വർണ്ണമാണ് ഇത്തരത്തിൽ വീട്ടിൽ നിന്നും കവർച്ച നടത്തിയിരിക്കുന്നത്. വീട്ടിലെ ലോക്കറിലായിരുന്നു ഈ സ്വർണം സൂക്ഷിച്ചിരുന്നത്. പക്ഷേ മോഷ്ടാക്കൾ വീടിൻ്റെ പിറകിൽ ഗ്രില്ല് തകർത്ത് അകത്തേക്ക് വരികയും പിന്നെ റൂമിൻ്റെയും മറ്റും വാതിലുകളും തകർത്തതിന് ശേഷമാണ് ഇത്തരത്തിൽ ലോക്കറിൽ സൂക്ഷിച്ചിരുന്ന ഈ 350 പവനിലധികം വരുന്ന സ്വർണം കവർച്ച നടത്തിയിരിക്കുന്നത്. മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയുടെയും തിരൂർ DYSPയുടെയും നേതൃത്വത്തിലുള്ള സംഘം ഇപ്പോൾ സ്ഥലത്തെത്തി പരിശോധന നടത്തുകയും ചെയ്തു. ഫോറൻസിക് ടീം, മലപ്പുറത്ത് നിന്നുള്ള ഫോറൻസിക് സംഘം ഇപ്പോൾ സ്ഥലത്ത് പരിശോധന നടത്തി വരികയാണ്. ഈ സ്വർണം മോഷ്ടാക്കളെ കുറിച്ചൊന്നും തന്നെ ഈ ഘട്ടത്തിൽ യാതൊരുവിധ വിവരങ്ങളും ലഭിച്ചിട്ടില്ല. പക്ഷേ സമീപകാലത്ത് നടന്ന ഏറ്റവും വലിയ കവർച്ച തന്നെയാണ് ഇപ്പോൾ പൊന്നാനിയിൽ ഉണ്ടായിരിക്കുന്നത്. സംശയിക്കുന്നുണ്ടോ? എന്താണ് അവരുടെ പ്രതികരണം? രൂപീകരിച്ചുകൊണ്ട് കേസ് അന്വേഷണം. സ്മൃതി, ഈ വീട്ടുകാർ ആരും തന്നെ ഇപ്പോൾ നാട്ടിലില്ല എന്നുള്ളതാണ്. രാജീവും കുടുംബവും ഒക്കെ തന്നെ ഇപ്പോഴും വിദേശത്താണുള്ളത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി വീട് അടഞ്ഞു കിടക്കുകയായിരുന്നു. രാജീവിൻ്റെ ബന്ധുക്കൾ എത്തിയാണ് ഇപ്പോൾ ഈ രാജീവിന് വിവരം അറിയിക്കുകയും പിന്നീട് അവർ ബന്ധുക്കളുടെ സാന്നിധ്യത്തിൽ നടത്തിയ പരിശോധനയാണ് ഇത്തരത്തിൽ സ്വർണം നഷ്ടമായ വിവരം പോലീസ് സ്ഥിരീകരിക്കുകയും ചെയ്യുന്നത്. പ്രതികളെക്കുറിച്ചോ അല്ലെങ്കിൽ മോഷ്ടാക്കളെക്കുറിച്ചോ പോലീസിന് യാതൊരുവിധ തുമ്പും ഈ ഘട്ടത്തിൽ ലഭിച്ചിട്ടില്ല. മാത്രമല്ല CCTV അടക്കം പൂർണ്ണമായും നശിപ്പിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ 2 ദിവസത്തിലധികം മുമ്പ് നടന്ന മോഷണമായതുകൊണ്ട് തന്നെ മറ്റുള്ള CCTV, വീടിന് പുറത്തുള്ള CCTVകളും അതുപോലെ തന്നെ സ്ഥലത്തെത്തിയ മറ്റുള്ള ആളുകളെ കുറിച്ചും അപ്രത്യക്ഷമായിട്ടുള്ള സാന്നിധ്യങ്ങൾ ആരെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പോലീസ് പരിശോധിക്കുന്നത്. ഇതിനുശേഷം മാത്രമേ ഏതെങ്കിലും വിധത്തിലുള്ള തുമ്പുകൾ ലഭിക്കൂ എന്നാണ് പോലീസും കണക്കൂട്ടുന്നത്. വീട്ടുകാർ വിദേശത്താണ് എന്ന് അറിഞ്ഞുകൊണ്ടുള്ള വലിയ മോഷണമാണ്. 2 കോടിയിലധികം വരുന്ന സ്വർണമാണ് ഇപ്പോൾ നഷ്ടമായിരിക്കുന്നത്. വീട്ടിൽ സൂക്ഷിച്ചിട്ടാണ് ഈ വീട്ടുകാർ വിദേശത്തേക്ക് പോയത്.